ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തടസ്സ ഹർജിയിൽ തെളിവെടുപ്പിന് വിവരാവകാശ കമ്മീഷൻ ജനുവരി 8-നാണ് തെളിവെടുപ്പ്. തിരുവനന്തപുരം സ്വദേശി മുണ്ടേല പി ബഷീറാണ് തടസ്സ ഹർജി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ അവസരം നൽകണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. പൂഴ്ത്തിയ പേജുകൾ പുറത്തുവിടണമെന്ന ഹർജിയിൽ വിധി പറയുന്നതിന് തൊട്ടു മുൻപാണ് തടസ്സ ഹർജി എത്തിയത്. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ തെളിവെടുക്കാൻ പോവുകയാണ് വിവരാവകാശ കമ്മീഷണർ നേരിട്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് തുടർ നീക്കം? വിനിത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ 5 പേജുകൾ, അതിലെ 11 പാരഗ്രാഫുകൾ അത് നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിവെച്ചുവെന്ന പരാതി. ആ പരാതിയിൽ തെളിവെടുപ്പ് പൂർത്തിയായി. വിധി പ്രഖ്യാപനം തൊട്ടു മുമ്പാണ് ഇങ്ങനൊരു തടസ്സ ഹർജി കമ്മീഷനിലെത്തുന്നത്. കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷനിലാണ് ഹർജി എത്തിയത്. പിന്നീട് അത് എല്ലാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും പരിഗണിക്കുന്ന ബെഞ്ച് കമ്മീഷണറായ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന് കൈമാറുകയായിരുന്നു. ആ ഹർജിയിലാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് അടുത്ത മാസം 8-ന് വെച്ചിരിക്കുന്നത്. ആ തെളിവെടുപ്പിന് പിന്നാലെ തന്നെ വിധിയുണ്ടാകും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേജുകളടക്കം പരിശോധിക്കണം എന്ന നിലപാടാണ് ഹർജിക്കാരനുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തെളിവെടുപ്പ് ഘട്ടത്തിൽ ഈ 5 പേജുകൾ പൂർത്തിയതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പിന് പിഴവ് സംഭവിച്ചുവെന്ന കണ്ടെത്തലായിരുന്നു വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയെ ശാസിക്കുകയും ചെയ്തിരുന്നു. കാരണം പണം വാങ്ങിയിട്ട് ഈ 5 പേജുകൾ എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യമായിരുന്നു. അതിനിടയിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം മുഴുവൻ പേജുകളും പരിശോധിക്കണം, അത് കമ്മീഷണർ പരിശോധിച്ച് കൂടുതൽ പേജുകൾ പുറത്തുവിടാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരു പരിശോധന, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതോടെ അങ്ങനെയുള്ളൊരു പരിശോധനയ്ക്ക് കമ്മീഷണർ തയ്യാറാവുകയും ആ പരിശോധന കഴിഞ്ഞാണ് ഇങ്ങനെ വിധി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. ഏതായാലും നേരത്തെ പൂഴ്ത്തിവെച്ച 11 ഗണ്ണികൾക്ക് പുറമെ കൂടുതൽ പാരഗ്രാഫുകൾ ഉൾപ്പെടുന്ന പേജുകൾ കൂടി പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു തടസ്സ ഹർജി എത്തിയതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ പുറത്തുവരാതെ തൽക്കാലത്തെങ്കിലും അത് പുറത്തുവരുന്നത് തടയുക ലക്ഷ്യമിട്ടായിരുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ഏതായാലും ജനുവരി 8-ന് ഈ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നടത്തുന്ന തെളിവെടുപ്പ് ഏറ്റവും നിർണായകമായിരിക്കും. അതിന് പിന്നാലെയാകും ഈ നേരത്തെ കടുംവെട്ടിലടക്കം നമ്മൾ നൽകിയ ആ ഹർജിയിലടക്കമുള്ള തീരുമാനം ഉണ്ടാവുക. വിനീത, ശരി. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.